ഹലോ നമസ്കാരം. എല്ലാവർക്കും സ്ലീപ്പിംഗ് പിൽസ് സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. ജോസി വാഗമറ്റൻ നോവൽ കന്യക അധ്യായം 1. ഭംഗിയായി ഡ്രസ്സ് ചെയ്ത് തോളിൽ കിറ്റ് ബാഗും തൂക്കി ഇറങ്ങാൻ നേരം രതീന്ദ്രൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ പോവുക. എൻ്റെ മോൻ എന്ന് വരും? 5 ദിവസം കഴിയും. ആവശ്യത്തിനുള്ള കാശൊക്കെ നിൻ്റെ കയ്യിലുണ്ടോ? പിന്നെ ഇല്ലേ, അച്ഛനോട് 3000 മേടിച്ചു. അത് മതിയോ? പിന്നെ പോരെ? ഇന്നാ 1000 രൂപ കൂടി പിടിച്ചോ. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ സുഭദ്രാമ 1000 രൂപ എടുത്തു കൊടുത്തു. താങ്ക്സ് അമ്മേ. എടാ മോനെ, അന്യനാട്ടിലേക്ക് ചെല്ലുമ്പോൾ കണ്ടതൊക്കെ തിന്നും കുടിച്ചും വയറ് ചീത്തയാക്കരുത്. പിന്നെ എനിക്കറിയാൻ മേലേ, കണ്ടമാനം ഉറക്കമുളയ്ക്കരുത്. അതുപോലെ തണുപ്പടിക്കാതെ നോക്കിക്കണം. മഞ്ഞ് കൂടുതലുള്ള സ്ഥലത്തിലൊക്കെ പോവുകയല്ലേ, മഞ്ഞ് കൊണ്ടാ പനി പിടിക്കും. ഞാൻ കൊച്ചു ഒട്ടിയൊന്നല്ലല്ലോ. വലുതായെങ്കിലും നീ എനിക്ക് കുഞ്ഞാണേ. എന്നാൽ ഞാൻ ഇറങ്ങുന്നു. അച്ഛനോട് പറഞ്ഞോ? ഞാൻ ഫാക്ടറിയിൽ നിന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു. എന്നാപ്പോൾ രതീന്ദ്രൻ ഉത്സാഹത്തോടെ നടന്നു. എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷം. കൊട്ടാരം പോലെയുള്ള വീടിൻ്റെ പൂമുഖത്ത് സുഭദ്രാമയെ നോക്കി നിന്നു. സുഭദ്രാമയുടെ സുകുമാരൻ നായരുടെയും ഏക മകനാണ് രതീന്ദ്രൻ. കാണാൻ യോഗ്യനായ യുവ കോമളൻ. ഒത്ത വണ്ണവും പൊക്കവും നല്ല ആരോഗ്യവും വെളുത്തു ചുവന്നു തൊടുത്ത ശരീരവും ഏതൊരു പെൺകുട്ടിയും വികാരമുണർത്താൻ പോന്ന പുരുഷ സൗന്ദര്യം. രതീന്ദ്രൻ MSc ഫൈനൽ ഇയറാണ്. പരീക്ഷയുടെ എല്ലാ കടമ്പകളും ഫസ്റ്റ് ക്ലാസ്സോടെ ചാടിക്കിടക്കുന്നവൻ. MSc കഴിഞ്ഞ് MPhilന് പോകണമെന്നാണ് അവൻ്റെ ആഗ്രഹം. കോളേജിൽ വെച്ച് പല സുന്ദരിമാരും അവനെ കാമുകനായി കിട്ടാൻ ആശിച്ചിട്ടുണ്ട്. ഇളം തരുണികൾ അവനെ രഹസ്യമായി ആരാധിച്ചു. ചില ഇളക്കക്കാരി പെൺകുട്ടികൾ അവന് പ്രേമലേഖനങ്ങൾ അയച്ചു. ഒരു രാത്രിയെങ്കിലെങ്കിലും അവനെ കാമുകനായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ച തരുണികളുണ്ട്. പക്ഷേ രതീന്ദ്രൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഒരു പ്രലോഭനത്തിന് മുമ്പിലും വഴങ്ങിയില്ല. ആദർശവാനാണ് അവൻ. പ്രേമത്തോട് പരമപുച്ഛം. പ്രേമിക്കാൻ നടക്കുന്ന യുവതികളോട് അവന് വെറുപ്പാണ്. ഒരിക്കലും അടുത്ത സുഹൃത്തായ ബോബനോട് അവൻ പറഞ്ഞു, നല്ല ചെറുപ്പക്കാരെ കാണുമ്പോൾ ഇളിച്ചു കാട്ടി കണ്ണെറിഞ്ഞ് നടക്കുന്നവർക്കെല്ലാം ഉള്ളിൽ കാമപ്പനിയാണ്. കാര്യം പറഞ്ഞാൽ അവർ വിട്ടുപോകും. ഒറ്റ എണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളുകയില്ല. അത് പ്രകൃതി നിയമമാണ് രതീന്ദ്ര. പ്രായപൂർത്തി വന്നാലേ ഇണ ചേരാൻ ആഗ്രഹം തോന്നും. ഇഷ്ടപ്പെട്ട ഇണയെ കാണുമ്പോൾ കൊതിച്ചു പോകും. അതത്ര വലിയ പാപമൊന്നുമില്ല. എനിക്ക് ഇളക്കക്കാരികളൊന്നും ഇഷ്ടമല്ല. നല്ല ശാലീന സുന്ദരിമാരായ ഈശ്വരഭക്തിയും ഭർത്തൃഭക്തിയുമുള്ള പതിവ്രതയായ ഒരു പെൺകുട്ടി. അതാണ് എൻ്റെ സ്വപ്നം. ഓ, ഇങ്ങനെ ഒരു ആദർശധീരൻ. ബോബൻ പുഞ്ചിക്കും. ആദർശം പറയാനല്ലാതെ നിന്നെ എന്തിനു കൊള്ളാം? നല്ല പച്ചക്കരിമ്പ് പോലത്തെ ഒന്നാന്തരം ചരക്കുകൾ നിൻ്റെ കാൽ ചുവട്ടിൽ വന്ന് കെഞ്ചിയിട്ടും നീ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? എടാ, യുവത്വം ഒരിക്കലേ കിട്ടൂ. അത് നല്ലപോലെ ആസ്വദിക്കണം. കൈയിനടുത്ത് കിട്ടുന്നവളെയൊക്കെ അനുഭവിക്കണം. നിനക്ക് എന്തിനാടോ പണവും പുരുഷത്വം? കോടീശ്വരൻ്റെ മാനാണല്ലോ. എന്നിട്ടെന്താ ഗുണം? നിൻ്റെ സ്ഥാനത്ത് ഞാനായിരിക്കണം. ജീവിതം ശരിക്കൊന്ന് ആഘോഷിച്ചേനെ. നീ ഈശ്വരഭക്തി നിറഞ്ഞ പതിവ്രതയായ ശാലീന സുന്ദരിയെ നോക്കിയിരുന്നോ? അവസാനം വല്ല വേശ്യമായിരിക്കും കിട്ടുന്നത്. നീ പോടാ. കോടീശ്വരനാണ് രതീന്ദ്രൻ്റെ അച്ഛൻ സുകുമാരൻ നായർ. ഫാക്ടറികളും മറ്റു വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് സ്വന്തമായിട്ട്. നഗരത്തിൽ തന്നെ ഒരു ബാർ ഹോട്ടലും AC തിയേറ്ററും ഉണ്ട്. കൊട്ടാരം പോലെയുള്ള വീടും വിരൽ ഞൊടിച്ചാൽ എന്തും ചെയ്യാൻ തയ്യാറാകുന്ന പരിചാരകരും. 3 കാറുണ്ട് വീട്ടിൽ. ഒരെണ്ണം ബെൻസ്, ഒരെണ്ണം കോണ്ടസ, ഒരെണ്ണം മാരുതിയും. മാരുതിക്കാർ രതീന്ദ്രനാണ് കൈകാര്യം ചെയ്യുന്നത്. അവന് കോളേജിൽ പോകാനുള്ളതാണത്. രതീന്ദ്രൻ കോളേജിലെത്തി. സഹപാഠികളെല്ലാം ടൂറിന് തയ്യാറായി വന്നു കഴിഞ്ഞിരിക്കുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. മിനി ബസ്സിൽ അവർ യാത്ര തിരിച്ചു. രസകരമായ യാത്ര. പെൺകുട്ടികൾ ആൺകുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കി ഓരോരോ കമൻറ്റ് പാസ്സാക്കും. പെൺകുട്ടികൾ ആൺകുട്ടികളെയും. അങ്ങനെ വാരിയും കമൻറ്റിട്ടും യാത്ര തുറന്നു. ഇടയ്ക്കിടെ കൂട്ടച്ചിരി. ചിലപ്പോൾ പെൺകുട്ടികൾ സംഘം ചേർന്ന് ഹിറ്റ് ഗാനങ്ങൾ പാടിക്കൊണ്ടിരുന്നു. ആൺകുട്ടികൾ ഡിസ്കോ പാട്ടുകൾ പാടി. പെൺകുട്ടികൾ പാട്ട് പാടുമ്പോൾ അതിനിടയിലേക്ക് കയറി പാരടിപ്പാട്ട് പാടി കലക്കുകയായിരുന്നു സലീമിൻ്റെ വിനോദം. പിറ്റേ ദിവസം അവർ മൈസൂരിലെത്തി. ഒരു ഹോട്ടലിൽ താമസിച്ചു. അടുത്ത ദിവസം പോയി കൊട്ടാരവും ടിപ്പുവിൻ്റെ ശ്രീരംഗപട്ടണവും കോട്ടയും ചാമുണ്ടേശ്വരി ക്ഷേത്രവും കണ്ടു. വൈകുന്നേരം വൃന്ദാവനം കാണാൻ പോയി. അവരിൽ പലരും ഇതിനു മുമ്പ് ഈ സ്ഥലങ്ങളിൽ ടൂർ വന്നിട്ടുള്ളവരാണ്. വൃന്ദാവനം കണ്ട ശേഷം അവർ ഹോട്ടലിലെത്തി. രാത്രിയിൽ വാചകമടിച്ച് നടക്കുമ്പോൾ രാജൻ തോമസ് പറഞ്ഞു, ഇതെന്തൊരു നശിച്ച ഏർപ്പാടാ. നമ്മളിവിടെ പെൺകുട്ടികൾ വേറെ മുറിയിൽ,
ഇതുപോലൊരു ടൂറിന് പോകുമ്പോൾ രാത്രിയിൽ ഒന്നിച്ച് വേണ്ടേ കിടക്കാൻ? അതില്ലെങ്കിൽ എന്താ ഒരു രസം? അളിയനെ അശ്ലീല ചിന്ത തുടങ്ങിയല്ലോ. ബോബൻ കളിയാക്കി തുടങ്ങി. ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെ നമുക്കിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയൊത്ത് ഒരു രാത്രി കഴിയാൻ ഒരു അവസരം കിട്ടിയെന്നിരിക്കട്ടെ, അളിയൻ ആരെ തിരഞ്ഞെടുക്കും? ജോണി എബ്രഹാം ബഷീറിനോട് ചോദിച്ചു. അങ്ങനെ ഒരു അവസരം കിട്ടുമോ? കിട്ടുകയല്ല, അഥവാ കിട്ടിയാൽ എന്ന് സങ്കല്പിക്കുക. അളിയൻ ആരെയാണ് വേണ്ടത്? എനിക്ക് ആ ഷീല മേനോനെ തന്നെ മതി. രാജൻ തോമസിനോ? സത്യസന്ധമായിട്ട് പറയണം, ഒരുത്തരും സദാചാര മഹർഷി കളിക്കരുത്. എനിക്ക് ഷീല മേനോനെ വേണം. ഫസ്റ്റ് ചാൻസ് എനിക്കാണെങ്കിൽ ഷീല മേനോനെ ഞാൻ എടുക്കും. വർക്കി ജോർജിനോ? ഷീല മേനോൻ്റെ ഓറഞ്ചല്ലി പോലുള്ള ചുണ്ടത്ത് ഒരു ഉമ്മ കൊടുത്തിട്ട് എനിക്ക് മരിച്ചാൽ മതി. കൂട്ടച്ചിരി. സെബാസ്റ്റ്യൻ എന്തു പറയുന്നു? ഷീല മേനോനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നവനെ ഞാൻ തട്ടും. രതീന്ദ്രനോ? എനിക്ക് ഒരുത്തേയും വേണ്ട. രതീന്ദ്രൻ പറഞ്ഞു. ഇങ്ങനെ ഒരു മുനികുമാരൻ. പെണ്ണെന്ന് വെച്ചാൽ അവൻ അലർജിയാ. എന്തിനാണ് ആണായിട്ട് ജീവിക്കുന്നത്? പോയി തൂങ്ങിച്ചായിരുന്നോ? എനിക്കിഷ്ടപ്പെട്ട ഒരുത്തിയും നമ്മുടെ ടീമിലില്ല, അതുകൊണ്ടാ. രതീന്ദ്രൻ പറഞ്ഞു. ആ ഷീല മേനോന് എന്താടാ ഒരു കുറവ്? പൂവമ്പഴത്തിൻ്റെ നിറം, തുടുത്ത കവിളിണകൾ, ചുവന്നു മലർന്ന ചുണ്ടുകൾ, നിറഞ്ഞ മാറിടം, ഒതുങ്ങിയ അരക്കെട്ട്, അസൽ അപ്സരകന്യക, അതിസുന്ദരി. ഇതുപോലൊരു മാദകത്തിനമ്പനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവളുടെ കണ്ണും ചിരിയും കണ്ടാലേ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നൂലേ? രാജൻ തോമസ് ചിരിച്ചു. ശരിയാ, സെബാസ്റ്റ്യൻ പിന്താങ്ങി. അവളെ ഒന്ന് വളയ്ക്കാൻ ഞാൻ പെട്ട ഒരു പാട്, ഒരു രക്ഷയില്ല. അവളെ വളയ്ക്കാൻ ഒരുപാട് പേര് നോക്കിയതാ. ലെക്ചറർമാരും പ്രൊഫസർമാരും ഒക്കെ ആ ലിസ്റ്റിലുണ്ട്. പക്ഷെ അവൾ ആർക്കും വഴങ്ങിയിട്ടില്ല. പിടിതരാത്തൊരു സൈസാ. സ്വർണ്ണ മത്സ്യം, വഴുതി ചാടിപ്പോയി കളയും. അവളെ ഭാര്യയായിട്ട് കിട്ടുന്നവൻ്റെ ഒടുക്കത്തെ ഭാഗ്യം. അവൻ ഇടിവെട്ടിച്ചാകട്ടെ. വർക്കി ജോർജ് ശപിച്ചു. ഷാമോഷം കൂടെ കൊടുക്കട. അവനൊരു ട്രാഫിക് പോലീസുകാരനായി പുനർജനിച്ചോട്ടെ. ഹായ്, ഷീല മേനോനെ എനിക്കൊരു മണിക്കൂർ നേരം സ്വന്തമായിട്ട് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എട്ടുകാലിയായിട്ട് ജനിച്ചോളായിരുന്നു. രവി പറഞ്ഞു. നിങ്ങൾക്കൊക്കെ വട്ട പെങ്കോന്തമാർ. ഒരു പെണ്ണിനെ കണ്ട ആണുങ്ങൾ ഇത്ര ഇളകരുത്. രതീന്ദ്രൻ പറഞ്ഞു. ഷീല മേനോൻ സുന്ദരിയാണ്, അത് സമ്മതിച്ചു കൊടുക്കാം. അതിസുന്ദരി തന്നെ, മാദക സൗന്ദര്യമാണ്. തനിക്ക് വേണ്ടത് അത്തരം ഒരു സർപ്പസൗന്ദര്യമല്ല. ശാലീനവതിയായിരിക്കണം തൻ്റെ പെണ്ണ്. രതീന്ദ്രൻ സങ്കല്പത്തിൽ മുഴുങ്ങി. അടുത്ത ദിവസം അവർ ബാംഗ്ലൂർക്ക് പോയി. അവിടെ കാഴ്ച ബംഗ്ലാവും ഗാർഡനും മ്യൂസിയവും എല്ലാം കണ്ട ശേഷം നേരെ ഊട്ടിക്ക് തിരിച്ചു. ഊട്ടിയിൽ വൈകുന്നേരമാണ് എത്തിയത്. തണുത്ത കാലാവസ്ഥ. ചെന്ന ഉടനെ എല്ലാവരും ബോട്ടിങ്ങിന് ഇറങ്ങി. പല ബോട്ടുകളായിട്ട് അവർ തടാക മധ്യത്തിലേക്ക് തുഴഞ്ഞിറങ്ങി. തണുപ്പ് കൂടിക്കൂടി വന്നു. അതിനാൽ മിക്ക ടൂറിസ്റ്റുകളും ബോട്ടിങ് മതിയാക്കി പോയി കഴിഞ്ഞിരുന്നു. ടൂർ വന്ന വിദ്യാർത്ഥികൾ മാത്രം ശേഷിച്ചു. സമയം സന്ധ്യയോടെ അടുത്തു. കുന്നുകളിൽ നിന്നും ശീതക്കാറ്റ് ആഞ്ഞു വീശി. യുക്കാലിക്കാടുകളിലെ മൂടൽമഞ്ഞ് വ്യാപിച്ചു. തടാകത്തിൻ്റെ മുകളിലെ പുകമഞ്ഞ് പരന്നു. അകലെയുള്ളതൊന്നും കാണാൻ വയ്യ. എങ്ങും മഞ്ഞ് മാത്രം. ബോട്ടിങ് നടത്തുന്നവർ കരയിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു. 2 ബോട്ടുകൾ കരയ്ക്കെത്തി. ഒരെണ്ണം കരയെ സമീപിക്കുന്നുണ്ട്. ഇനി ഒരെണ്ണം കൂടി വരാനുണ്ട്. രാജൻ തോമസും ബോബനും കരയിൽ കാത്തു നിന്നു. രതീന്ദ്രനും മറ്റും കയറിയ ബോട്ടാണ് ഇനി വരാനുള്ളത്. ആൺകുട്ടികളും പെൺകുട്ടികളോടക്കം 10 പേര് അതിലുണ്ട്. പെട്ടെന്ന് തടാകപ്പരപ്പിൽ നിന്നും നിലവിളി തുടങ്ങി. ഒന്നും കാണാനില്ല, മൂടൽമഞ്ഞ് മാത്രം. ബോട്ട് മുങ്ങിയേ, ഓടി വരണേ. വലിയ നിലവിളി. അയ്യോ രക്ഷിക്കണേ. ആർത്തനാദങ്ങൾ. കരയിലുണ്ടായിരുന്നവർ ഉടനെ ബോട്ടുകളുമായിട്ട് നിലവിളി കേട്ട ദിക്കിലേക്ക് കുതിച്ചു. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. എല്ലാവരും കേൾക്കുക. വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം സ്ലീപ്പിംഗ് പിൽസ് ഓഡിയോ സ്റ്റോറീസ്.